നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു കഥ ഇട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് രവീന്ദ്രന് തനിക്ക് അറിയാവുന്നവരോടൊക്കെ വിളിച്ച് പണം ചോദിക്കണം. മഹേന്ദ്ര അത്യാവശ്യമായതുകൊണ്ടോ ഒന്ന് സംഘടിപ്പിക്കാൻ പറ്റുമോ നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവില് രവീന്ദ്രൻ അയാളുടെ അടുത്തുനിന്ന് ഒരു വഴിയും ഉണ്ടാകാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അടുത്തയാളെ വിളിക്കാനായിട്ട് ഒരുങ്ങണം. അപ്പോഴേക്കും സച്ചിന്റെ അവധി വന്നു. അച്ഛാ, ഇനി ആരെയും വിളിക്കുമൊന്നും വേണ്ട. അച്ഛൻ കോള് കട്ട് ചെയ്യാൻ പറഞ്ഞു. എന്താടാ, എന്താ കാര്യം എന്താ? പെട്ടെന്ന് രവീന്ദ്രൻ കോള് കട്ട് ചെയ്തു. അച്ഛാ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമില്ല, ആരോടും കെഞ്ചേണ്ട കാര്യമില്ല. രേവതി പറഞ്ഞു. അതെ അച്ഛാ, ഞങ്ങൾ അതെങ്ങനെയും സംഘടിപ്പിച്ചോളാം. അച്ഛൻ ഇനി ആരുടെ മുന്നിലും കെഞ്ചണ്ട. എടാ, ഇത് കെഞ്ചിച്ചാണോ? നിങ്ങൾക്കൊരാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഞാനല്ലാതെ പിന്നെ വേറെ ആരുടെ സഹായിക്കാവുള്ളേ? അത് സാരമില്ല അച്ഛാ, അച്ഛന്റെ അവസ്ഥ ഞങ്ങൾക്കറിയാലോ. അച്ഛൻ വെറുതെ ഓരോരുത്തരോട് ചോദിച്ച് നാണം കിടേണ്ട കാര്യമൊന്നുമില്ല. എടാ, ഇത് നാണം കിടന്ന മറ്റുമാണോ? നിങ്ങൾക്കൊരാവശ്യം വന്നു, അപ്പൊ ആരോടെങ്കിലും കുറച്ച് പണം ചോദിച്ചു മേടിച്ചറിഞ്ഞോ, പിന്നെ അതങ്ങ് നമ്മൾ തിരിച്ചു കൊടുക്കൂലോ. അതൊക്കെ ശരിയാ, എന്നാലും അത് വേണ്ട, അതൊന്നും ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, ഞാനിപ്പൊ തന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ഏറിപ്പോയി. അങ്ങനെ കുറച്ച് പൈസ ആയിട്ടാ തിരിച്ചു വരുന്നത്. ഇതേ ഇപ്പൊ എൻ്റെ കയ്യിൽ ഇത്ര ഉള്ളൂ, 25,000 രൂപ ഉണ്ടത്, ഇത് വെച്ചോ. അതിന്റെ ഒന്നും ആവശ്യമല്ല എന്ന് രേവതി പറഞ്ഞു. ഇത് വെച്ചോ മോളെ, അത് അതില് കുറച്ചുണ്ടാക്കിയാൽ മതിയല്ലോ പണം, നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പോഴേക്കും സച്ചി പറഞ്ഞു. അച്ഛൻ്റെ ഒരു ആവശ്യം വന്നിട്ടുണ്ട്, അപ്പൊ എന്ത് ചെയ്യും? അച്ഛന്റെ കാര്യത്തിന് പണം വേണ്ടേ? എടാ, ഇതിൽ പറയും എനിക്ക് എന്തൊരാവശ്യമുള്ളത്? എനിക്ക് ഈ വീട്ടിലിരിക്കുന്ന എനിക്ക് എന്താ ആവശ്യമുള്ളത്? അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്കതിന് വഴി കാണാലോ. ഇപ്പൊ നിങ്ങളുടെ ആവശ്യം നടക്കട്ടെ. അപ്പോഴേക്കും രേവതി പറഞ്ഞു, അല്ല അത് പിന്നെ അച്ഛാ, മോളെ ഇത് വെച്ചോളാൻ പറഞ്ഞുകൊണ്ട് നിർബന്ധപൂർവ്വം ആ ക്യാഷ് അങ്ങോട്ട് കൊടുക്കുകയാണ്. എനിക്കറിയാം നിന്റെ നിശ്ചയദാർഢ്യം എന്താന്ന്. കാരണം നിനക്ക് വിജയിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് നീ ഒരിക്കലും പരാജയപ്പെട്ടു പോവില്ല, തളരില്ലെന്ന മനസ്സുറപ്പോട് കൂടിയിട്ടാണ് നീ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിനക്ക് വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും. കാരണം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും നീ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന എനിക്ക് ഉറപ്പുണ്ട്. ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ മോൾക്ക് വിജയം ഉണ്ടായിരിക്കും. അങ്ങനെ രവീന്ദ്രൻ ഉറപ്പ് കൊടുക്കുകയാണ്. അതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിക്ക് സച്ചിക്കും സന്തോഷമായി. ഒന്നും ഇനി പണം ഒന്നും കൊടുത്തില്ലേലും വേണ്ടില്ല, ആ ഒരു വാക്ക് അത് മതിയായിരുന്നു അവർക്ക് പ്രചോദനമായിട്ട് മാറാനായിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ മുറിയിലേക്ക് പോകുമ്പോഴാണ് സുധിയുടെ മുറിയിൽ നിന്ന് ഒരു ചുമയും കാര്യങ്ങളും കേട്ടെ. രവീന്ദ്രൻ വന്ന് നോക്കുമ്പോൾ മൂടി പൊതിച്ച് കിടക്കുക സുധിക്ക് നല്ല പനിയുണ്ട്. ഇതെന്താടാ, നല്ല പനിയുണ്ടല്ലോ നിനക്ക് എന്ന് പറഞ്ഞു. ഏതാണ്ട് നീ എന്താ ഇത് ആരോടും പറയാതിരുന്നേ? ആരോട് പറയാനാച്ചാ? പറയേണ്ട ആൾ ഇവിടെ ഇല്ലല്ലോ. എടാ, ശ്രുതിയോട് മാത്രം പറയോളന്നുള്ളോ നീ? പിന്നെ ഞങ്ങളെയൊക്കെ ഇവിടുത്തെ ആരാ എന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ അച്ഛാ, എടാ എനിക്കറിയാം നിന്റെ ബുദ്ധിമുട്ട് എന്താന്ന്. നിനക്ക് ശ്രുതി അത്രയ്ക്ക് ഇഷ്ടമാണ്. ചന്ദ്രയുടെ മുന്നിൽ നീ അവളോട് ദേഷ്യം അഭിനയിക്കുന്നുണ്ടെങ്കിലും നിന്റെ മനസ്സിൽ അവൾ ഇപ്പോഴും ഉണ്ടെന്നറിയാം. എങ്കിൽ പിന്നെ നിനക്ക് അവളോട് പറഞ്ഞുകൂടായിരുന്ന കാര്യം. അതൊന്നും വേണ്ടച്ചാ, എനിക്കറിയാം ചന്ദ്ര നിനക്ക് ഭയമാണല്ലേ. ഇങ്ങനെ പേടിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല നിനക്ക് പനിയാന്നുള്ള കാര്യം നീ ചന്ദ്രയോട് പറഞ്ഞോ? ഇല്ലച്ചാ. എങ്കിൽ ഒരു കാര്യം ചെയ്യ, നീ എഴുന്നേക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ടച്ചാ, ഞാൻ തനിച്ച് പോയിക്കോളാം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എഴുന്നേറ്റ് റെഡിയാവ്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണ്ടേ? ഇങ്ങനെ മറച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണോ ചെയ്യുന്നേ? വയ്യായിക ഉണ്ടെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞാലേ അറിയത്തുള്ളൂ. അതൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ സുധിയെ പതുക്കെ പിടിച്ച് എഴുന്നേപ്പിച്ചു. റെഡിയാവാൻ പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങോട്ട് പോവുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് അടുക്കളയിൽ മസാല ദോശ ഉണ്ടാക്കുവാണ് വർഷയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി ഡൈനിങ് ടേബിളിലേക്ക് വന്ന് വർഷയോട് പറഞ്ഞു, വർഷേ ഇങ്ങോട്ട് വാ, ഇത് കഴിക്കുക. ഗർഭിണികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഇത്. വർഷം മോൻ തിരിച്ചിട്ട് പറഞ്ഞു, എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴാണ് സച്ചിന്റെ അവധിയും വരുന്നത്. ഇങ്ങ് നോക്ക് സച്ചേട്ടാ, ഞാൻ ഇവൾക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ട് വന്നാ ഇവൾക്ക് വേണ്ട. സച്ചിൻ ഒന്ന് പേടിപ്പിച്ചേ, ലൈറ്റായിട്ടൊന്ന് പേടിപ്പിച്ചാൽ മതി, അപ്പൊ ഇവള് കഴിച്ചോളൂന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, സച്ചേട്ടാ ലൈറ്റായിട്ട് പേടിപ്പിച്ചാൽ മതി കേട്ടോ. ശരി ശരി എന്ന് പറഞ്ഞു. അങ്ങനെ സച്ചി പേടിപ്പിക്കണം. വർഷേ ഇവിടെ നോക്കിക്കേ, മര്യാദയ്ക്ക് അവിടെ ഇരുന്നോണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ വർഷ ഇങ്ങനെയൊന്ന് സച്ചിയെ നോക്കി അവിടെ ഇരിക്കുവാണ്. പറഞ്ഞ കേട്ടല്ലോ, മര്യാദയ്ക്ക് അനുസരിച്ചോണം, മര്യാദയ്ക്ക് ദോശ കഴിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും വർഷ ഇങ്ങനെ സച്ചിനെ നോക്കണം. സച്ചി പെട്ടെന്ന് മീശയൊക്കെ പിരിച്ചു കാണിക്കുകയാണ്. ആ സമയത്ത് വർഷ നോക്കിയിട്ട് വർഷ മൈൻഡ് ചെയ്യാതിരിക്കുന്ന കണ്ടപ്പോഴത്തേനും ശ്രീകാന്ത് പറഞ്ഞു, പേടിച്ചില്ലല്ലോ സച്ചേട്ടാന്ന് പറഞ്ഞു. എങ്കിൽ ഞാൻ ഇത്തിരി ഡോസ് കൂട്ടാന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, ഡോസ് കൂട്ടുന്ന കുഴപ്പമില്ല, പക്ഷെ ഒത്തിരി ആവരുമെന്ന് പറഞ്ഞു, ഓവർ ആവരുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സച്ചി, ഞാൻ ഗുണ്ടകളെയൊക്കെ പേടിപ്പിച്ചിട്ടുള്ള അറിയാലോ, എന്നെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ലാത്തതുകൊണ്ടോ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വർഷ കരയാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ രേവതി പറഞ്ഞു, ഈ സച്ചേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞ അത്രയും പേടിപ്പിക്കരുതെന്ന്, അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ?
പക്ഷെ നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വർഷം ഒറ്റയൊരു ചിരിയായിരുന്നു. അതെ, സച്ചേണ്ട നാണം കെടുത്തണ്ടല്ലോ എന്ന് കരുതിയിട്ടാ ഞാൻ കരഞ്ഞത്. ഞാൻ പേടിച്ചിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ചീറ്റിപ്പോയല്ലേ എന്ന് സച്ചി ചോദിച്ചു. പിന്നല്ലാതെ. അപ്പോഴേക്കും രേവതി പറഞ്ഞു, കണ്ടില്ലേ വർഷ ചിരിച്ചത് കണ്ടോ? നിന്റെ ഈ ചിരി സന്തോഷം ഞങ്ങൾക്ക് വേണ്ടത്. ഇനി നീ ഇത് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ദോശ എടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ വർഷ ദോശ കഴിക്കുകയാണ്. കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ നോക്കി നിന്നു. ഒടുവില്ല കഴിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു, കണ്ടോ പ്ലേറ്റ് കാലിയാക്കിയിട്ട് അവള് മതി എന്ന് പറഞ്ഞേ. അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് വർഷ ശ്രീകാന്തും കൂടെ എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ സച്ചി രേവതിയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്താലോ, നമുക്ക് അവരോട് കുറച്ച് പൈസ ചോദിച്ചു നോക്കിയാലോ, ചിലപ്പോൾ അവരുടെ പൈസ കാണുമായിരിക്കും. അതൊന്നും ശരിയല്ല സച്ചേട്ടാ, അതും ആ വർഷം ഇങ്ങനെ ഇരിക്കണ സമയത്ത് ചോദിക്കുന്നത് ശരിയല്ല. അല്ല പൈസ ഉണ്ടാക്കണ്ടേ, എവിടെ നിന്ന് ഉണ്ടാക്കുമെന്ന് ഓർത്താ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? നിനക്കൊരു ടെൻഷൻ ഇല്ലേ രേവതി? സച്ചേട്ടാ ടെൻഷൻ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. എൻ്റെ മനസ്സിൽ നല്ല ടെൻഷൻ ഉണ്ട്. ഞാനിത് പുറമേ കാണിക്കുന്നില്ലെന്നുള്ളൂ. നമ്മുടെ മനസ്സിലെ ടെൻഷൻ നമ്മളെപ്പോഴും പുറമേ കാണിച്ചോളൂ നടന്നിട്ട് എന്താവാനായിട്ടാ? അന്വേഷിക്കണം, എവിടെയെങ്കിലും ചോദിക്കണമെന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, ഞാനും നോക്കട്ടെ, എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഞാൻ സംഘടിപ്പിക്കാം. അതും പറഞ്ഞിട്ടാണ് സച്ചി അങ്ങോട്ട് പോകുന്നത്. ഇതേ സമയത്ത് ഈച്ച തന്റെ കൂട്ടുകാരോട് സംസാരിച്ചോണ്ടിരിക്കുക. താൻ പ്രേമിക്കുന്ന പെണ്ണിനെ കുറിച്ചൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. എടാ ഇതൊക്കെ ഉള്ളതാണോടാ? പിന്നെ ഇല്ലാതെ ഞാൻ വെറുതെ കള്ളത്തരം പറയേണ്ട കാര്യമുണ്ടോ? അപ്പോഴാണ് സച്ചിയുടെ വരവ്. സച്ചി അങ്ങോട്ട് വന്നു. സച്ചി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈച്ച പറഞ്ഞു, അതെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. എടാ ഞാനതൊന്നും കേൾക്കാനുള്ള മൂഡിലല്ല. എന്താടാ നിനക്കിത് എന്ത് പറ്റി? അതെ ഒരു പ്രശ്നം ഉണ്ടടാ, ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. എടാ നീ കാര്യം എന്താ വെച്ചാ പറ. അപ്പോഴേക്ക് സച്ചിയുടെ അടുത്തേക്ക് സച്ചിയുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ചെന്നു. അതെ രേവതിക്ക് വലിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ അവള് മണ്ഡപമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. കോൾ അടിച്ചില്ലെന്ന് പറഞ്ഞു. എടാ അതല്ല പ്രശ്നം, ഓർഡർ കിട്ടി, പക്ഷെ പൂവെടുക്കാനായിട്ട് 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണം. അത് കുറച്ച് പൈസ ഞങ്ങളുടെ കയ്യിലുള്ളൂ. ഇനി ബാക്കി പൈസക്ക് എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അതിന്റെ ആകെപ്പാടെ വല്ലാത്തൊരു ടെൻഷനിലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഈച്ച പറഞ്ഞു, എടാ ഇനി എത്ര രൂപയും കൂടെ വേണം? അല്ല ഞങ്ങളുടെ ഒരു 2 ലക്ഷം രൂപ ഉണ്ടായിരുന്നു, പിന്നെ അല്ലാതെ കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നാലും അത് പോരാ, ഇനിയും വേണമെന്ന് പറഞ്ഞു. അത് കേട്ടതും ഈച്ച അവിടെ നിന്ന് തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, എടാ നിങ്ങളുടെ കയ്യിലുള്ള പൈസയൊക്കെ ഇങ്ങ് എടുക്കാൻ പറഞ്ഞു. അമ്മമാരുടെ കയ്യിൽ നിന്നുള്ള പൈസയൊക്കെ വാങ്ങി ഈച്ചയുടെ കയ്യിലുള്ള പൈസ ഈച്ച എടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഇത് വെച്ചോടാ സച്ചി എന്ന് പറഞ്ഞു. വേണ്ട വേണ്ട, ഇതൊന്നും വേണ്ട, ഇതിന്റെ ആവശ്യമൊന്നുമില്ല. എടാ ഇത് തരാൻ വേണ്ടിയിട്ടല്ല നിങ്ങളോട് പറഞ്ഞെന്ന് പറഞ്ഞു. ഞാനങ്ങോട്ട് പറഞ്ഞെന്നുള്ളൂ. എടാ ഞങ്ങൾക്കൊരാവശ്യം വന്നാൽ നീ സഹായിക്കില്ലേ? അപ്പൊ പിന്നെ നിനക്കൊരാവശ്യം വന്നാൽ ഞങ്ങളല്ലേ സഹായിക്കണ്ടേ എന്ന് പറഞ്ഞ് സച്ചിയുടെ പോക്കറ്റിലേക്ക് ആ പൈസ വെച്ചു കൊടുത്തു. എന്നിട്ട് കൂടെയുള്ള അമ്മയോട് പറഞ്ഞു, എടാ നിന്റെയൊക്കെ അക്കൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ കാണത്തില്ലേ? എങ്കില് ഉള്ളത് കൂട്ടെടുത്ത് സച്ചിക്ക് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, എടാ അതൊന്നും വേണ്ട, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എടാ ബാക്കി പൈസക്ക് നിനക്ക് അച്ഛമ്മയോട് ചോദിച്ചുകൂടെന്ന് ചോദിച്ചു. അത് ശരിയാകത്തില്ലടാ, അച്ഛമ്മയോട് ചോദിക്കാന്നേ രേവതിയോട് പറഞ്ഞ. രേവതിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, അത് വേണ്ടാന്ന് പറഞ്ഞു. എടാ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാന്നേ? അത് വേണ്ടടാ ഈച്ച, ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. സച്ചി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഈച്ച ഇങ്ങനെ ആലോചിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ രേവതി ലക്ഷ്മിയമ്മയുടെ അടുത്തേക്ക് വരുവാണ്. അപ്പൊ സച്ചി വിളിച്ചപ്പോൾ രേവതി പറഞ്ഞു, അമ്മയോടൊന്ന് ചോദിച്ചു നോക്കാം, അമ്മയുടെ കയ്യിൽ ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ സച്ചിയേട്ടാ എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മയ്ക്ക് ഭയങ്കര സന്തോഷം രേവതിയെ കണ്ടപ്പം. മോളോ വാ, എന്ത് പറ്റി രാവിലെ തന്നെ? അതെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്ന. എന്താ മോളെ? എനിക്കൊരു വലിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ മോളുടെ വിവാഹമാണ്. അപ്പൊ അത് മണ്ഡപം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. കോൾ അടിച്ചല്ലോ. അപ്പോഴേക്കും ദേവ് അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ചെലവ് ചെയ്യണോട്ടോ ചേച്ചി. അതൊന്നും കുഴപ്പമില്ല. 8.25 ലക്ഷം രൂപയുടെ ഓർഡറാ. 8.25 ലക്ഷം രൂപയുടെ ഓർഡറോ? അതെ. അപ്പൊ ചേച്ചി വലിയ ബിസിനസ്സുകാരി ഞാൻ പോവല്ലേ എന്ന് ദേവി ചോദിച്ചു. അങ്ങനെയൊന്നും ഇല്ലടി, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. പൂവെടുക്കണമെങ്കിൽ ഞാൻ അഡ്വാൻസ് കൊടുക്കണം. 5 ലക്ഷം രൂപയെങ്കിലും അഡ്വാൻസ് കൊടുക്കണമെന്ന് പറഞ്ഞു. 5 ലക്ഷമോ? അതെ. അല്ല അത്രയും പൈസ? അതാ അമ്മ എനിക്കറിയില്ലാത്ത. അമ്മയുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടോ? കുറച്ച് പൈസ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അത് കേട്ടതും ലക്ഷ്മിയൻ പറഞ്ഞു, കുറച്ച് പൈസ ഉണ്ടായിരുന്നില്ല മോളെ, അത് ഞാൻ കൊണ്ട് ലോൺ അടച്ചല്ലോ. ഇപ്പൊ ഒരു 10,000 രൂപ എൻ്റെ ഇരിപ്പുണ്ട്, ഞാൻ അത് തരാമെന്ന് പറഞ്ഞു. വേണ്ട വേണ്ട, അത് അമ്മയുടെ കയ്യിൽ ഇരുന്നോട്ടെ. അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിലേ ആ പൈസ വേണ്ടേ? എനിക്ക് എന്താ ആവശ്യം വരാൻ? അതൊന്നും സാരില്ല. അമ്മ അത് കൈവച്ചോളാൻ പറഞ്ഞു. എങ്കിൽ ഒരു കാര്യം ചെയ്യാം, എൻ്റെ കയ്യിൽ ഇത്തിരി സ്വർണ്ണമുണ്ട്, ഞാനത് തരാം. എന്നിട്ട് വേണം കമ്മലും മാലയൊന്നും ഇല്ലാതെ അമ്മ നടക്കാനായിട്ട്. അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലമ്മേ, അതൊന്നും വേണ്ട, അതൊക്കെ അമ്മയുടെ കയ്യിലിരുന്നോട്ടെ. അപ്പോഴേക്കും ദേവ് പറഞ്ഞു, ചേച്ചി എൻ്റെ അക്കൗണ്ടിൽ ഒരു 50,000 രൂപ അടപ്പുണ്ട് എന്ന് പറഞ്ഞു. ഇത് കേട്ടതും രേവതി പറഞ്ഞു, വേണ്ട ദേവു, അത് നീ കൈവച്ചോളാൻ പറഞ്ഞു.
പിന്നീട് ലക്ഷ്മി അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് പൂ കൊടുക്കാനുള്ളതല്ലേ, അമ്മ പോയിക്കോളാൻ പറഞ്ഞു. മോളെ അത് അമ്മ പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ലക്ഷ്മി അമ്മ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അപ്പോഴേക്കും ദേവ് പറഞ്ഞു, ചേച്ചി എന്ത് വർത്താനാ പറയണേ? ചേച്ചിക്ക് ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അല്ലാതെ പിന്നെ ആരാ സഹായിക്കുന്നേ? ഇതേ ഈ കുടുംബത്തിന് വേണ്ടി ചേച്ചി കഷ്ടപ്പെട്ട് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല. ആ 50,000 രൂപ അക്കൗണ്ടിൽ ഇട്ടുകൊണ്ട് കിടന്നിട്ട് എനിക്ക് എന്താവാനായിട്ടാ? ചേച്ചി വെച്ചോളാൻ പറഞ്ഞു. എടി അത് പിന്നെ ദേ ഞാൻ ആ പൈസ എടുത്തു തരും, ചേച്ചി അത് വെച്ചു. അങ്ങനെ 50,000 രൂപയും കൂടെ ഉറപ്പായി രേവതിക്ക്. പക്ഷെ എന്നാലും വേണം ഇനി 1,00,000 രൂപയും കൂടെ ബാക്കി പൈസ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനി എന്ത് ചെയ്യും? അപ്പോഴേക്കും ദേവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എനിക്കറിയാവുന്നൊരു ഫിനാൻഷ്യർ ഉണ്ട്, ഞാൻ അയാളോട് ചോദിച്ചു വെക്കാം. അല്ല അങ്ങനെ വെറുതെ 1,00,000 രൂപ തരുമോ? എന്തെങ്കിലും ഈടൊക്കെ വേണ്ടേ? ഒരു കാര്യം ചെയ്യാം, അതൊന്നും വേണ്ട, ഞാൻ സംസാരിച്ചു നോക്കാം. അങ്ങനെ കിട്ടുവാണെങ്കിലേ നമുക്ക് എടുക്കാലോ. ഇനിയിപ്പം ചേച്ചി ആരുടെ മുന്നിൽ കൈ നീട്ടേണ്ട വരത്തില്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ഇത് കിട്ടൂലേ, ഈ ഓർഡർ കിട്ടുമല്ലേ എന്ന് ചോദിച്ചു. ചേച്ചിക്ക് കിട്ടണം, ചേച്ചിക്ക് കിട്ടാതിരിക്കില്ല, ഞാനല്ലേ പറയണേ, ചേച്ചി ധൈര്യമായിട്ടിരിക്കുക. ചേച്ചി വലിയ ബിസിനസ്സുകാരി ആനായിട്ട് പോവാന്ന് പറഞ്ഞു. അത് കേട്ടതിന് രേവതി പറഞ്ഞു, പൈസ കിട്ടിക്കഴിയുമ്പം തന്നെ ഞാൻ നിന്റെ ക്യാഷ് തന്നോളാം കേട്ടോ. ഞാൻ ചോദിച്ചോ ചേച്ചിയുടെ ക്യാഷ് വേണമെന്ന്? ഇല്ലല്ലോ, പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ രേവതിക്ക് സന്തോഷമായി. അതിന്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയോ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട്ട് നിർത്തുന്നു. നന്ദി.